അമേരിക്കയിലെ കുടിയേറ്റ തടങ്കൽ സംവിധാനം പുനഃക്രമീകരിക്കുന്നതിനായി $38.3 ബില്യൺ വിപുലമായ പദ്ധതികളുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുന്നു. നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും നാടുകടത്തൽ വേഗത്തിലാക്കാനുമാണ് ഈ നീക്കമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഡിറ്റൻഷൻ റീ എഞ്ചിനീയറിംഗ് ഇനീഷ്യേറ്റീവ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പദ്ധതി പ്രകാരം 8 വലിയ തടങ്കൽ കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത് നവീകരിക്കാനും 16 പ്രോസസിംഗ് സൈറ്റുകൾ കൂട്ടിച്ചേർക്കാനും നിലവിൽ ICE പ്രവർത്തിക്കുന്ന 10 തടങ്കൽ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഇതിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ 10,000 പേരെ വരെ പാർപ്പിക്കാൻ ശേഷിയുണ്ടാകും. പ്രധാനമായും വിദേശികളെ നാടുകടത്തുന്നതിനായിരിക്കും ഇവ ഉപയോഗിക്കുക. ന്യൂ ഹാംഷെയർ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച രേഖകൾ പ്രകാരം നിലവിലുള്ള കരാറടിസ്ഥാനത്തിലുള്ള തടങ്കൽ കേന്ദ്രങ്ങളുടെ എണ്ണം കുറയ്ക്കാനും അതേസമയം മൊത്തത്തിലുള്ള കിടക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഈ പുതിയ മാതൃക ICE സഹായിക്കും. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അധികാരത്തിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ രാജ്യത്തുടനീളമുള്ള വെയർഹൌസുകൾ വാങ്ങി തടങ്കൽ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഭരണകൂടം തുടങ്ങിയിട്ടുണ്ട്. അരിസോണ, ടെക്സസ്, മേരിലാൻഡ് തുടങ്ങിയ ഇടങ്ങളിലെ പ്രാദേശിക സമൂഹങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഇതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. മിസിസിപ്പിയിലെ ബൈഹാലിയയിൽ പുതിയ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് സെനറ്റർ റോജർ വിക്കർ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റ്യൻ ഡൊമിനിക് കത്തയച്ചിട്ടുണ്ടെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച സ്ഥലം തടങ്കൽ കേന്ദ്രമാക്കുന്നത് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തടങ്കൽ കേന്ദ്രങ്ങളിലെ കിടക്കകളുടെ എണ്ണം 92,600 വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നവംബറോടെ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ട്. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരമുള്ള ഫണ്ട് ഇതിനായി ഉപയോഗിക്കും. സുരക്ഷിതമായ തടങ്കൽ ഉറപ്പാക്കുകയും വൻതോതിലുള്ള നാടുകടത്തൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നിലവിൽ ഏകദേശം 70,000 കുടിയേറ്റക്കാരാണ് US-ൽ തടങ്കലിലുള്ളത്. ഇതിനായി സ്വകാര്യ ജയിലുകളെയും പ്രാദേശിക ജയിലുകളെയുമാണ് ICE പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇതിനു മുൻപ് ഫ്ലോറിഡയിലും ടെക്സസിലും താൽക്കാലിക ടെന്റ് സൗകര്യങ്ങൾ ഒരുക്കിയത് മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങൾ ആരോപിച്ച് വലിയ വിമർശനങ്ങൾക്ക് വഴിമാറിയിരുന്നു. കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനായി പ്രാദേശിക പോലീസിന് അധികാരം നൽകുന്ന കരാറുകളിൽ ICE ഒപ്പുവെച്ചിട്ടുണ്ട്. മിനസോട്ടയിൽ നടന്ന ഓപ്പറേഷൻ മെട്രോ സർച്ച് എന്ന പരിപാടിയിൽ 3000-ഓളം ഏജന്റുമാരെ വിന്യസിക്കുകയും 4,000-ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ നടപടിക്കിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ 2 അമേരിക്കൻ പൗരന്മാർ വെടിയേറ്റ് മരിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. പ്രതിവർഷം 10 ലക്ഷം പേരെ നാടുകടത്തുക എന്ന ലക്ഷ്യത്തിലാണ് ട്രംപ് ഭരണകൂടമെങ്കിലും ഒക്ടോബർ മുതൽ ഇതുവരെ 1,62,000 പേരെ മാത്രമാണ് നാടുകടത്താൻ സാധിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ കുടിയേറ്റ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിവാദപരവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് ട്രംപ് ഭരണകൂടം കടന്നു പോകുന്നത്. $38.3 ബില്യൺ ഈ വൻകിട പദ്ധതിയിലൂടെ തടങ്കൽ സംവിധാനങ്ങൾ ആധുനികീകരിക്കാനും നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കാനും സർക്കാർ ലക്ഷ്യമിടുമ്പോൾ അത് വലിയ തോതിലുള്ള മനുഷ്യാവകാശ ചോദ്യങ്ങൾക്കും പ്രാദേശിക പ്രതിഷേധങ്ങൾക്കും വഴിതെളിയിക്കുന്നുണ്ട്. സുരക്ഷയും നിയമപാലനവുമാണ് സർക്കാരിന്റെ മുൻഗണനയെങ്കിലും സാധാരണക്കാരായ പൗരന്മാരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന ആശങ്കകളും പദ്ധതിയുടെ ഭാവിക്ക് വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ മാസ് ഡിപ്പോർട്ടേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് ട്രംപ് ഭരണകൂടം അതിവേഗം നീങ്ങുകയാണ്. തടങ്കൽ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുകയും പ്രാദേശിക പോലീസിന് കൂടുതൽ അധികാരം നൽകുകയും ചെയ്യുന്നതിലൂടെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനാണ് നീക്കം. എന്നാൽ ഇതിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങളും പ്രാദേശിക പ്രതിഷേധങ്ങളും ശക്തമാകുന്നത് വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമാകും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.